KCBC മീഡിയ കമ്മീഷന്റെ സാഹിത്യ വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാഹിത്യ വിചാരത്തിൽ നമ്മളൊരു അതിഥിയെ പരിചയപ്പെടുകയാണ്. സാഹിത്യ വിചാരം ആദ്യമായാണ് ഒരു അതിഥിയെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ N. സന്തോഷ് കുമാറാണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത്. അദ്ദേഹത്തിൻ്റെ എഴുത്തനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അദ്ദേഹം തൻ്റെ ജീവിതവും എഴുത്തും അധ്യാപനവും ഒക്കെ ചേർന്നിട്ടുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ നമ്മോട് സംവദിക്കുന്നു. നമസ്കാരം. എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആരംഭിക്കും. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മലയാള നോവലിനെ സംബന്ധിച്ച്, നമുക്ക് മലയാള നോവലിൻ്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് തന്നെ പൂർണ്ണമായ ഒരു ധാരണ, ഏത് കാലത്ത് തുടങ്ങി, അതുപോലെ തന്നെ ആരാണ് ഇപ്പം മലയാള നോവലിൻ്റെ തുടക്കക്കാരൻ മലയാളിയാണോ അതോ ഇനി വിദേശ മിഷണറി ആണോ എന്നൊക്കെ പോലും സംവാദങ്ങൾ നിലനിൽക്കുന്നൊരു കാലം. ഇപ്പം ഘാതകവധം ആദ്യത്തെ നോവലാണെന്ന് ചില ആളുകൾ അവകാശപ്പെടുന്നുണ്ട്. അതല്ല, ഫുൽമോനയും കോരുണയുമാണ് മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് വാദമുണ്ട്. ഈ പറഞ്ഞ കുന്തലതയാണ് എന്ന നിലയിലുള്ള വാദങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ 10-15 നോവലുകളെ മുൻനിർത്തിക്കൊണ്ടൊരു പഠനം നടത്തുകയും മലയാളത്തിലെ ആദ്യകാല നോവലുകൾ മലയാളിക്ക് ഗൗരവമായി പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ ആ അനുഭവത്തെ, അതുപോലെ തന്നെ ഈ നോവൽ ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള അങ്ങയുടെ ഗവേഷണത്തിൽ ലഭിച്ച വിവരങ്ങളെയും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ 19-ാം നൂറ്റാണ്ടിലെ നോവലുകളിൽ എത്തിച്ചേരുന്നത്. നേരത്തെ നമുക്കറിയാം ജോർജ് ഇരുമ്പയത്തിൻ്റെ ഒരു പുസ്തകം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഇത് നോവലാണോ അല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ചർച്ച മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എനിക്ക് തോന്നുന്നത് അക്കാലത്തെ ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ്, ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ആ നോവലുകളെ കുറിച്ച് ആദ്യം ഒരു പഠനം എഴുതുകയാണ് ചെയ്തത്. അത് അജ്ഞാന ദേശത്തിൻ്റെ ആഖ്യാനങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിലെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് അക്കാലത്തെ നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, അതൊക്കെ അക്കാലത്തെ നോവലുകളിൽ വന്നിട്ടുണ്ട്, അഭിസംബോധന വിഷയമായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സ്ത്രീ വിദ്യാഭ്യാസം, ജാതീയതക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, വൃത്തി, ശുചിത്വം തുടങ്ങിയിട്ട് നമ്മുടെ സമൂഹം അന്ന് അഭിമുഖീകരിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് അത്തരം നോവലുകൾ അഭിസംബോധന ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ദുലേഖയാണല്ലോ ലക്ഷണമെത്ത ആദ്യ നോവലായിട്ട് കരുതിയിരുന്നത്. അപ്പോൾ ഈ പുതിയ കാലം എത്തുമ്പോൾ, നമ്മൾ ഈ ഏറ്റവും പുതിയ സാഹിത്യത്തിൻ്റെ കാലത്ത് അതിൻ്റെ ഈ രൂപഘടനയൊക്കെ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പം നോവലിൻ്റെ ഒരു ഫ്രെയിം, പണ്ട് നമ്മൾ പറയുന്ന പോലെ സ്ഥലം, കാലം, അതിൻ്റെ ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില രീതികൾക്കപ്പുറം എങ്ങനെയാണ് നോവൽ ഒരു ദേശത്തെ, അതിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ സങ്കീർണതകളെ ഒക്കെ ആവിഷ്കരിക്കുന്നു. ആ ആവിഷ്കാരത്തെ എങ്ങനെയാണ് ഫിക്ഷനൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഈ 15 നോവലുകൾ നമുക്കുണ്ട്, അതിൽ വിവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും പെടുന്നുണ്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ വിവർത്തനങ്ങൾ അക്ബർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം അക്ബർ ഒന്നാമത് സംസ്കൃതത്തിൽ നിന്നും നമ്മൾ വിവർത്തനം ചെയ്തപ്പോൾ, ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്തപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തെ അത് അത്രയേറെ സ്വീകരിക്കുന്നില്ല എന്നും ഭാഷാപരമായും അത് ഉൾക്കൊള്ളുന്നില്ല എന്നും കാണുന്നതുകൊണ്ടാണ് അത് മാറ്റി നിർത്തിയത്. മറ്റ് പുസ്തകങ്ങൾ അങ്ങനെയല്ല. അവ ഇപ്പം ഫുൽമോണിയുടെയും കോരുണയുടെയും കഥ അത് ബംഗാളിൽ ഉണ്ടായതാണ്, ബംഗാളിയാണ്. പക്ഷേ അത് വിവർത്തനം ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ മലയാളി അക്കാലത്ത് അഭിമുഖീകരിക്കുന്ന ഒരു പരിസരത്തെ കൂടി അത് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഒരു പരിസരത്തെയും പശ്ചാത്തലത്തെയും അഭിസംബോധന ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്തരം വിവർത്തനങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ഘാതകവധം ഇംഗ്ലീഷിലാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അതിന്റെ മലയാള വിവർത്തനം പിന്നീട് വരും. ഈ മലയാള വിവർത്തനം നമുക്ക് അത് നമ്മുടെ കേരളീയ പരിസരത്തെ അഭിസംബോധന ചെയ്യുന്നതുകൊണ്ട് അതും നമ്മുടെ നോവലായിട്ട് കരുതേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ 15 നോവൽ കിട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഈ നോവലുകൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ അതേ വിഷയങ്ങളാണ് ഇന്നും ഈ 1.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ സാംസ്കാരിക ലോകവും നമ്മുടെ സാഹിത്യ ലോകവും ഇന്നും ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഉദാഹരണം, സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകൾക്ക് കിട്ടേണ്ട തുല്യനീതി, സ്ത്രീ യാത്രകൾ, അതുപോലെ തന്നെ ജാതീയതയുടെയും ഐക്യത്തിൻ്റെയും മറ്റും വസ്തുതകൾ, ഇത്തരം എല്ലാ കാര്യങ്ങളും, അത് വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്നും നമ്മുടെ ഒരു രചനകളുടെ ഒരു പൊതു പശ്ചാത്തലമാണ്. അത് NS മാധവൻ അത് ചൂണ്ടിക്കാണുകയുണ്ട്. ഇതിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ തന്നെ NS മാധവൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ പറയല്ലോ, നമുക്കൊരു ഇന്നത്തെ കാലത്തും
പ്രസക്തി ഉണ്ട് എന്നുള്ളതിനാലാണ് ആ നോവലുകൾ ഞാൻ എഡിറ്റ് ചെയ്ത് 15 നോവലുകൾ ഒരു ആന്തോളജി പോലെ ഒരു കവറിലാക്കിയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അസാമാന്യമായ രൂപചാതുരി അതിലുണ്ട്. അങ്ങനെയാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത്, പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഉപോൽപ്പന്നമുണ്ട്. അപ്പോൾ ഒന്നാമത്തത് എൻ്റെ പഠനമാണ്, അജ്ഞാനദേശത്തിൻ്റെ ആഖ്യാനങ്ങൾ. പക്ഷേ ആ പഠനം എഴുതി കഴിഞ്ഞപ്പോൾ അത് പ്രസാധകൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം എൻ്റെ മുമ്പിലുണ്ടായത്, ഈ ലേഖന സമാഹാരം വായിച്ചാൽ, ഈ പഠനം വായിച്ചാൽ, ഈ 15 നോവലുകളുടെ പഠനമാണ്. ഇത് ആളുകൾക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ, അവർക്കതിലൂടെ കടന്നു പോകണമെങ്കിൽ ആ പുസ്തകങ്ങൾ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ പുസ്തകങ്ങൾ അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പം ആ രീതിയിൽ ചിലത് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അവ കണ്ടെത്തുകയും അവ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അവയ്ക്കാകട്ടെ എൻ്റെ പഠനം നേരത്തെ എഴുതപ്പെട്ടതാണെങ്കിൽ പോലും ഇതിന് അനുയോജ്യമായ ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ 15 പേരെ കണ്ടെത്തുകയും അത് മുഖ്യധാരയിലുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, എന്നാൽ മുഖ്യധാരയിലും ഏറ്റവും മികച്ച രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവയുടെ പഠനങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ അത് വലിയ സ്വീകാര്യത ആ സമാഹാരത്തിനുണ്ടായി എന്ന് മാത്രമല്ല, തുടർന്ന് ആ ആമുഖ പഠനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഭാവനയുടെ കോളനികൾ എന്ന പേരിൽ സമാഹരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ആധുനികതയുടെ, ആധുനികവൽക്കരണത്തിന്റെ സാഹിത്യത്തിലൂടെ എങ്ങനെ സംഭവിച്ചു, ആധുനികവൽക്കരണം കേരളത്തിൽ എങ്ങനെ കടന്നു വന്നു എന്നുള്ളത്. അപ്പൊ അന്ന് നമ്മൾ കേരളം എന്ന് പറയാൻ പറ്റില്ല, മലയാള രാജ്യം എന്നും പറയേണ്ടി വരും, കാരണം കേരളം രൂപീകരിച്ചു വന്നിട്ടില്ലല്ലോ. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ആദ്യത്തെ മലയാളത്തിലെ ഒരു പഠനം കൂടിയാണ് ഈ ആന്തോളജി, ഈ 2 പഠനം. നിരൂപണ രംഗത്ത് എഴുതി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ബഷീറിനെ ഒരുപക്ഷെ പല ആളുകളും, ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പഠനം വന്നിട്ടുള്ള എഴുത്തുകാരിൽ ഒരാൾ ബഷീറാണെന്ന് തോന്നുന്നു, PhD തീസിസുകൾ അടക്കം. അപ്പം ബഷീറിനെ രാഷ്ട്രീയമായി വായിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? ആ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ബഷീർ അത്രമാത്രം ഒഴിവാക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരാൾ എന്ന നിലയിൽ നിന്നതുകൊണ്ടാണോ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വായനയുടെ സാധ്യത ഒഴിവാക്കാൻ പറ്റാതിരുന്നതുകൊണ്ടാണോ? ഏത് നിലയിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തക രചനയുടെ പ്രചോദകം എന്താണ്? NBS ആണ് ബഷീർ ഒരു രാഷ്ട്രീയ വായന 2008, അതായത് ബഷീറിന്റെ എനിക്ക് തോന്നുന്നു ജന്മശതാബ്ദി വർഷത്തിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പം അതിൻ്റെ അകത്ത് ലേഖനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കാലത്ത് എഴുതിയ ഒരു ലേഖനമാണ് ബഷീറിന്റെ സ്ത്രീകൾ എന്ന ലേഖനം. പക്ഷെ അത് ബഷീറിന്റെ പെണ്ണുങ്ങൾ എന്നായിരുന്നു അതിന് ആദ്യത്തെ ടൈറ്റിൽ. പിന്നീട് അത് സ്ത്രീകൾ എന്ന രീതിയിലാണ് വന്നത്. കാരണം അന്ന് പെണ്ണുങ്ങൾ എന്നൊക്കെ നമ്മൾ ലിഖിത ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സാഹിത്യ ഭാഷയിൽ പെണ്ണുങ്ങൾ എന്നുള്ള വാക്കൊന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ പെണ്ണെഴുത്തിന്റെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഒരു കാലഘട്ടവും കൂടിയായിരിക്കാം. അപ്പൊ അത് ബഷീറിനെ വായിക്കുമ്പോൾ ബഷീറിന്റെ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെ വന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് ആ ലേഖനം എഴുതുന്നു. അത് മാതൃഭൂമി വീക്കിലിയിൽ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. 93 94 ആണെന്ന് തോന്നുന്നു. എനിക്ക് കാലം ഇപ്പോഴും അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നീട് എനിക്ക് തോന്നിയ ബാല്യകാലസഖി വായിക്കുമ്പോഴൊക്കെ അതൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് തമാശകൾ അല്ലെങ്കിൽ ചില സ്ഥിരം ശൈലികൾ, അതിനൊക്കെ അപ്പുറം എങ്ങനെയാണ് നമ്മളെ ഒരു കാലം എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്, ഒരു കാലഘട്ടം എങ്ങനെയാണ് മനുഷ്യരെ മാറ്റി തീർക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഉദാഹരണം, അതിൽ വളരെ കാൽപ്പനികനായിട്ടുള്ള മജീദ് ഉണ്ട്, വളരെ പ്രായോഗികവാദിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു യഥാർത്ഥ ഭൂമികയിൽ നിൽക്കുന്ന സുഹറയുണ്ട്. പക്ഷെ രണ്ടുപേരുടെയും ജീവിതം അങ്ങേയറ്റം ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ഒരു മറഞ്ഞു നിൽക്കുന്ന ക്രൂരമായിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് അവിടെയുണ്ട്. അപ്പം അത് വെച്ചാണ് ആ പഠനം ചെയ്തത്. തുടർന്ന് പിന്നെ സ്വാഭാവികമായിട്ട് ആ കാലത്ത് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ഒരു തുടർച്ച കിട്ടുമല്ലോ, പഠനങ്ങൾക്കൊരു തുടർച്ചയുണ്ടാവും. അപ്പോഴാണ് പാത്തുമ്മ ആടിലെ അതിൻ്റെ അകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ, ഉൽപാദന പ്രക്രിയ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ റൈമണ്ട് വില്യംസ് ഒക്കെ പറയുന്നുണ്ടല്ലോ ഉൽപാദനോപകരണങ്ങൾ പിടിച്ചെടുക്കൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്തരത്തിലൊരു കാരണം എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഉൽപാദനോപകരണങ്ങളൊക്കെ ഒരു കുടുംബത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ലേഖനം എഴുതുകയാണ്, സ്വകാര്യം സാമൂഹികം എന്ന് പറയുന്നൊരു ലേഖനം. പിന്നെ തുടർച്ചയായി പിന്നീട് അതിന്റെ 2 ലേഖനങ്ങൾ ഞാൻ അതേ തുടർന്ന് എഴുതുകയുണ്ടായി. പക്ഷെ അത് പിന്നീടാണ്. അപ്പോഴേക്കും നമുക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വളരെയധികം മാറി വന്നു. അപ്പൊ ഈ മാറി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വായിച്ചെടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു രാജ്യത്ത് ഏകാധിപത്യം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ
അത് ഏറ്റവും അടിസ്ഥാന ഘടകം കുടുംബമാണ്. നമ്മളൊരു യൂണിറ്റ് കുടുംബമാണ്. കുടുംബത്തിൽ നമ്മൾ സമൂഹത്തിലേക്ക് എത്തുന്നു. സമൂഹം ദേശവും ഭരണകൂടവുമായിട്ട് വ്യാവർത്തിക്കുന്നതാണ് നമ്മുടെ ഒരു പൊതു രീതി. ഒരു ദേശത്ത് ജനാധിപത്യം നിലകൊള്ളണം എങ്കിൽ സ്വാഭാവികമായിട്ടും കുടുംബത്തിനകത്ത് ജനാധിപത്യം നിലകൊള്ളണം. അപ്പൊ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് ഉണ്ടാവുകയും അത് സമൂഹത്തിൽ നിന്ന് നമ്മുടെ ദേശത്തിലേക്കും ദേശത്തിന്റെ രാഷ്ട്രീയത്തിലേക്കും ഭരണകൂടത്തിലേക്കും കടത്തിവിട്ടാൽ മാത്രമേ അവിടെ ജനാധിപത്യത്തിന്റെ ഒരു സ്പേസ് ലഭ്യമാകൂ. അപ്പോൾ അങ്ങനെ ഒരു ജനാധിപത്യത്തിന്റെ സ്പേസ് എന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ ഒരു അന്വേഷണം എന്നാണ് ഞാൻ അതിലൂടെ പറയാൻ ശ്രമിച്ച കാര്യം. കാരണം അപ്പോഴേക്കും നമ്മുടെ രാജ്യം ഒരു പക്ഷെ ഒരു ഫാസിസ്റ്റ് പ്രവണതകളെ പുൽകാൻ വേണ്ടി തുടങ്ങിയിരുന്നു വളരെ കൃത്യമായി. നേരത്തെ നമുക്കൊരു അപവാദം പറയാനുള്ള അടിയന്തരാവസ്ഥയാണ്. അപ്പൊ അടിയന്തരാവസ്ഥയെ പോലും നമുക്ക് ചെറുത്തു തോൽപ്പിക്കാനും തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന അത്ര ശക്തമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നും നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുന്നത് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറിന്റെയും സംഘത്തിന്റെയും ഒരു ക്രാന്തദർശിത്വം മൂലം തന്നെയാണ്. കാരണം അത്രയേറെ ശക്തമാണ് നമ്മുടെ ഭരണഘടന എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രസക്തി, ആ ഒരു റീഡിങ്ങിന് ആ കാലഘട്ടത്തുണ്ടായി. പക്ഷെ അതിനേക്കാൾ പ്രസക്തി ഇന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജനാധിപത്യ ബോധം നമ്മുടെ ആളുകളിൽ തീരെ പുലരുന്നില്ല. ഒരു ചെറിയ വിയോജിപ്പുകളോട് പോലും അസഹിഷ്ണുത കാണിക്കുക, അത് എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. നേരത്തെ അങ്ങനെയല്ല. നേരത്തെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മലയാളത്തിന്റെ ഒരു വളരെ ലൈംലൈറ്റ് എന്ന എഴുത്തുകാർ തമ്മിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ബഷീറിനൊക്കെ സുമാർ അഴീക്കോട് ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷെ അഴീക്കോടും സുമാറും നല്ല ബന്ധം, സുമാർ അഴീക്കോടും ബഷീറും എന്നും നല്ല ബന്ധം ആണ് പുലർത്തിയിരുന്നത്. VK ഇവരൊക്കെ നന്നായി കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴും നല്ല ബന്ധം ഇവർ വ്യക്തിപരമായിട്ടുണ്ടായിരുന്നു. അപ്പം എഴുത്തിനെ എഴുത്തായി കാണാനും അതിൻ്റെ ആ ഒരു സ്പേസ്, ജനാധിപത്യത്തിന്റെ സ്പേസ് സൂക്ഷിക്കാനും കഴിഞ്ഞിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് അവനവൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് മറ്റുള്ളവർ അഭിപ്രായം പറയാനും അവനവൻ ചെയ്യുന്നതിനെയും എഴുതുന്നതിനെയും പിന്തുണക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ എഴുത്തുകാരൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജനാധിപത്യത്തിന്റെ ഒരു സ്പേസ് നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് എവിടെയൊക്കെയാണോ അനീതി ഉയർന്നു വരേണ്ടത്, എവിടെയൊക്കെയാണോ ഒരു ഏകാധിപത്യ പ്രവണതകൾ ഉയർന്നു വരേണ്ടത്, അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളിൽ പോലും വളരെ പ്രകടമാണ്. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ കൂടി ആ ഒരു എഴുത്ത് പ്രസക്തമാണ് എന്ന് കണ്ടപ്പോഴാണ് ആ ലേഖനം പുറത്തേക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് മറ്റൊരു ലേഖനം, അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പലപ്പോഴും നമുക്കൊരു ധാരണ നമ്മുടെ ഒരു വളരെ പ്രത്യക്ഷമായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് എഴുത്ത് എന്ന്. ഒരിക്കലും എഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രത്യക്ഷമായിട്ടൊരു കാര്യം നമുക്ക് പറയാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ എഴുത്തിന് ഈ കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് ആഖ്യാനം ചെയ്യാനുള്ളൊരു സ്വഭാവമാണ്. ഇപ്പോൾ നമ്മൾ ഫിക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഇന്നിപ്പോൾ ഈ എന്താ പറയുക, ആളുകൾ ഈ ഫീച്ചറൊക്കെ ചെയ്യുന്ന പോലെ വളരെ ആ കാര്യമൊന്ന് പറഞ്ഞു പോകുന്ന ഒരു വളരെ എന്താ പറയുക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അളിഞ്ഞ ഒരു വൃത്തികെട്ട തരത്തിലുള്ള റിയലിസ്റ്റിക് ആയ ഒരു രീതിയാണ് ഇന്ന് അനുവർത്തിച്ച് കാണുന്നത്. വാസ്തവത്തിൽ അങ്ങനെ നേരിട്ട് ഒരു കാര്യം പറയുന്നതല്ല എഴുത്തിന്റെ രീതി. അതിനെ വളരെ മനോഹരമായി സൂക്ഷ്മമായിട്ട് അതിൻ്റെ അത് പ്രച്ഛന്നവൽക്കരിച്ചുകൊണ്ട് അതിനെ ഫിക്ഷണലൈസ് ചെയ്ത് പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ വാസ്തവത്തിൽ അക്കാലത്തുണ്ടായ ഒരു വലിയൊരു സംഘർഷമുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഈ കൽക്കത്ത തീസിസ് രണ്ടു കാലത്തുണ്ടായത്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തും ഇന്ത്യയിൽ തന്നെയും വലിയ പ്രതിചലനങ്ങൾ ഉണ്ടാക്കി, ചലനങ്ങളും ഉണ്ടാക്കി, പ്രതിചലനങ്ങളും ഉണ്ടാക്കി. അപ്പൊ ഈ വിഷയത്തെ രണ്ടുപേരെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഒന്ന് വൈലോപ്പിള്ളി. കാരണം നമുക്കറിയാം വൈലോപ്പിള്ളി വലിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന്റെ അകത്ത് നിന്നൊരു കവിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഹിംസാത്മകത മറ്റൊരു വിധമായെങ്കിൽ എന്നാണ് പറയുന്നത്. പക്ഷെ ബഷീർ പാത്തുമ്മയുടെ ആട് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് പക്ഷേ ഹിംസാത്മകതയെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ ആലോചിക്കുക, ബഷീർ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കൂടെ നടന്ന ഒരാളാണ്. അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, ഗാന്ധിയെ ഞാൻ തൊട്ടു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഉജ്ജീവനം എന്നുള്ള പത്രം നടത്തിയ ഒരാളാണ്. നമുക്കറിയാം ബേസിംഗ് മോഡൽ സംഘമുണ്ടാക്കിയ ആളാണ്. ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ അദ്ദേഹം ഒരു വയലൻസിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ബഷീർ അനുജനായിട്ടുള്ള അബ്ദുൽ ഖാദർ കീഴടക്കുന്നത് വയലൻസിലൂടെ, അക്രമത്തിലൂടെ തന്നെയാണ്. കാരണം അബ്ദുൽ ഖാദർ ഇവരൊക്കെ അക്രമം കൊണ്ടാണ്, ഭീഷണിപ്പെടുത്തിയാണ് കാര്യം നേടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ എന്താ, എന്നിട്ടും അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പുസ്തകം ഞാൻ പിടിച്ചോളാം, നിന്റെ പുസ്തകം മാത്രം നീ പിടിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ ബോധത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ രണ്ട് എഴുത്തുകാർ എങ്ങനെയാണ് ആ കാലത്തെ ഈ സാമൂഹ്യ സന്ദർഭങ്ങളോട്, രാഷ്ട്രീയ സന്ദർഭങ്ങളോട് പ്രതികരിച്ചത് എന്ന് ഈ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ആ ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു വളരെ ചെറിയ പുസ്തകമാണ്, വളരെ ചെറിയ പുസ്തകമാണ്. അക്കാലത്ത് എഴുതിയ ലേഖനങ്ങൾ കൂട്ടിച്ചേർത്താണ്. അതിലൊരു കാര്യമുണ്ടായി, അത് ഏഷ്യാനെറ്റ് കേരളം മുഴുവൻ ബഷീറിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് ഒരു
പ്രഭാഷണ പരമ്പര നടത്തുകയുണ്ടായി. അത് ഒട്ടേറെ ആളുകൾ ഒന്നിച്ചു വരികയും ഒക്കെ നടന്നു. അപ്പൊ അന്ന് കണ്ണൂർ നടന്ന ഇതിൻ്റെ അകത്താണ് ഞാൻ ബഷീറിനെ നമ്മുടെ നവോത്ഥാന പ്രക്രിയയിൽ ഒരു വലിയ സ്ഥാനം അദ്ദേഹത്തിനുണ്ടെന്നും നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തെയും പ്രഖ്യാപിക്കണമെന്നും പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ, ശ്രീനാരായണ ഗുരു പോലെ ഉള്ള ആളുകൾ. അപ്പൊ അതിന്റെ ഇങ്ങേ തലയ്ക്ക് ബഷീറുണ്ട്. കാരണം ബഷീർ ചെയ്തിരിക്കുന്ന പലപ്പോഴും മറ്റൊരു നമ്മുടെ ആ മുസ്ലിം സമൂഹത്തെ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തെ തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പഠിക്കണം, വിദ്യാഭ്യാസം നേടണം, ശുചിത്വം വേണം, പരിസരം വൃത്തിയായി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് നമുക്കൊരു ആധുനിക സമൂഹം ഉണ്ടാവേണ്ടത് എന്നാണ് ശരിക്കും പാത്തുമ്മയുടെ ആടിലൂടെ ബഷീർ വ്യക്തമാക്കുന്നത്. അത് പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്ത് മറ്റു ആളുകൾ ഇതിൻ്റെയൊക്കെ വളരെ ഉപരിപ്ലവമായിട്ട് ഇതിൻ്റെ ഹ്യൂമർ തമാശകൾ കൊണ്ടുനാടുകയും ഇതിൽ യഥാർത്ഥ കാര്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പുസ്തകത്തിലെ ഓരോ രചനയും നിർവഹിച്ചിട്ടുള്ളത്. അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. അല്ലാതെ നമ്മൾ വളരെ ഇപ്പം അത് എഴുതിക്കളയാം എന്ന് വിചാരിച്ചല്ല. നമ്മൾ ആ ഒരു സാമൂഹ്യ സന്ദർഭം എന്നെ കൊണ്ട് എഴുതിച്ചാണ്. അത് വലിയ തോതിൽ ആ പുസ്തകം സ്വീകരിക്കപ്പെടുകയും ചെയ്തു.